മലയാളത്തിലെ പ്രശസ്തനായ കവി, ജീവിതത്തെ കവിതയ്ക്ക് വേണ്ടി ഹോമിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി, മുരളിച്ചേട്ടൻ്റെ ഇഷ്ട സുഹൃത്തായ പ്രൊഫസർ ഡി വിനയചന്ദ്രനാണ് നമ്മുടെ അടുത്ത അതിഥി. അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം വരവേൽക്കട്ടെ. ഞങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് ഈ കവികളുമായിട്ടും സാഹിത്യകാരന്മാരും ഒക്കെ ആയിട്ട് അടുപ്പമുള്ള വളരെ കുറച്ച് പേരേ ഉള്ളൂ സിനിമയിൽ. അതിലൊരാളാണ് മുരളിച്ചേട്ടൻ. അപ്പോൾ ഈ പരിപാടിക്ക് വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മുരളിച്ചേട്ടൻ ആദ്യം പറഞ്ഞ പേരാണ് സാറിൻ്റെ വരണമെന്നുള്ളത്. എങ്ങനെയാണ് മുരളിച്ചേട്ടനുമായിട്ടുള്ളൊരു ആത്മബന്ധം ആരംഭിക്കുന്നത്? പൈപ്പമൂട്ടിൽ അതൊരു വിചിത്രമായ സ്ഥലമാണ്. ശാസ്തമംഗലത്ത് നിന്ന് ഓളംപാറ വരെയുള്ളൊരു സ്ഥലം. ആദ്യം ഇറങ്ങുന്ന ഉടനെ പെരുമ്പാവൂർ രവീന്ദ്രനാഥ്, കെ.എസ്. നാരായണപിള്ള, അപ്പുറത്തെ എം കൃഷ്ണൻ നായർ സാറ്, അതിനു മുമ്പ് നെടുമുടി വേണു, അത് കഴിഞ്ഞ് കൃഷ്ണൻകുട്ടി ഈ കടമനിട്ട് താമസിക്കുന്നു. കടമനിട്ടയുടെ അതേ ലോഡ്ജിൽ മുരളി താമസിക്കുന്നു. കൃഷ്ണൻകുട്ടി നായർ താമസിക്കുന്നു. അത് കഴിഞ്ഞ് കാവാലം കിഴക്കേ സൈഡിൽ, പടിഞ്ഞാറ് സൈഡിൽ ഞാൻ, കുറച്ച് കഴിഞ്ഞാൽ പോലീസ് ക്യാമ്പ്, അത് കഴിഞ്ഞാൽ മെൻ്റൽ ഹോസ്പിറ്റൽ. ഇങ്ങനെ ഒരു ക്രമം. അപ്പോൾ ഇവരൊക്കെ എന്നെ സഹായിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ വാക്കിന് അർത്ഥമുണ്ടെന്നും അർത്ഥം കർമ്മവുമായി ബന്ധപ്പെട്ടതാണെന്നും ഞാൻ വായിക്കുന്നത് കടമനിട്ടയുടെ ഒരു ലേഖനത്തിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുക. അപ്പോൾ പ്രാരാബ്ദങ്ങൾ ഒരുപാടുണ്ട് ജീവിതത്തിൻ്റെ അന്ന്, ആ സമയത്ത്. ഇപ്പോഴും ഇല്ലെന്നല്ല, എന്നാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. ഈ പ്രാരാബ്ദത്തെയൊക്കെ അതിജീവിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ഇപ്പോൾ പറയുന്ന വാക്കുകളുടെ വെയിറ്റ്, അതിൻ്റെ അന്വേഷണം, അതിങ്ങനെ മനസ്സിൽ കിടക്കും. അപ്പോൾ വലിയ വലിയ ആളെ കാണുന്നു, എഴുത്തുകാരെ കാണുന്നു, അവരുടെ ജീവിതം കാണുന്നു. അതൊക്കെ എൻ്റെ അഭിനയത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപാട്. ഞങ്ങളുടെ ഒരു വൈകുന്നേരവും ഒരു പകലും ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഒരിക്കലും കലാ സാഹിത്യമല്ലാത്ത നമ്മൾ സിനിമയിൽ സംസാരിക്കാറുള്ള വിഷയങ്ങളിലേക്ക് പോയിട്ടേ ഇല്ല. സൗഹൃദവും സഹവാസവും എന്ന് പറയുന്നത് എഴുത്തുകാരുമായിട്ടാണ് എന്ന് മാത്രമല്ല, എനിക്ക് ഇപ്പോഴും അസൂയുള്ളത് ഈ വശത്തോടാണ്. അഭിനേതാക്കളോട് എനിക്ക് യാതൊരു അസൂയയില്ല. എൻ്റെ ആഗ്രഹം ഒരു എഴുത്തുകാരനാവാനാണ്. നടക്കില്ല, അത് അറിയാം. ഒരു നടനെന്ന നിലയിൽ മുരളിച്ചേട്ടനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഊർജ്ജ സംക്രമണം അനിവാര്യമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ നല്ല ശേഷിയുള്ള നടനാണ്. അത് മാത്രമല്ല, അതിനുള്ള എല്ലാവിധ സിദ്ധികളോടൊപ്പം തന്നെ ഒരു നമ്മൾ പറയുമല്ലോ, ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ടുള്ള. ഇപ്പോൾ കവിത തന്നെ അവതരിപ്പിക്കുമ്പോഴാണ് എത്ര തവണ റിഹേഴ്സൽ ചെയ്ത്, അപ്പോൾ അതിൻ്റെ ഒരു അർപ്പണം എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പല രീതിയിൽ ഒറ്റയ്ക്കോ അല്ലാതെയൊക്കെ, അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാം സ്വകാര്യ സങ്കടങ്ങൾ മുതൽ അങ്ങേറ്റം വരെ. ഇപ്പോൾ നരേപ്രസ്ഥാന മുരളിയൊക്കെ ആദ്യം മൂകാംബിയെ കൊണ്ടുവന്ന് ഞാനാണ്. അവർക്ക് ആദ്യം ഭാഗം കൊടുക്കുന്നത് ഞാനാണ്. ശരി. അതെ. അപ്പോൾ ഈ രണ്ടറ്റങ്ങൾ അതൊന്നും 1982 അല്ലേ? അതെ, 82 മൂകാംബിയിൽ ആദ്യമായിട്ട് പോകുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ്. നാടകത്തിനുള്ളൊരു യാത്രയായിരുന്നു അത്. അരിയാർ സാറില്ല. പെരുമഴയാണ്. കാളിദാസൻ്റെ പിന്നെ മേഘസന്ദേശം മൊത്തം പുസ്തകങ്ങൾ. പോകുന്ന വഴിക്ക് മുഴുവൻ അവിടുത്തെ കുന്നും മലകളുമൊക്കെ ഈ സ്ത്രീ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ എന്താണ്, മേഘസന്ദേശമല്ല, ഋതുസംഹാരത്തിന് അങ്ങനെയാണ് അത് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിനേന്ദ്ര സാർ AC കാരൊന്നുമല്ല കേട്ടോ. വിനേന്ദ്ര സാർ ഇങ്ങനെ ചൊല്ലും, നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. വിഷ്ണു നാരായണ നമ്പൂരി സാറിൻ്റെ ട്രാൻസ്ലേഷൻ ആണെന്ന് തോന്നുന്നു. പിന്നെ വെളുപ്പാൻ രാവിലെ ഞങ്ങൾ പോകുമ്പോൾ ശ്ലോകം ചൊല്ലും. കാട്ടിൽ പോകായിരുന്നു. ഇവിടെ അഗസ്ത്യകൂടവും മറ്റേ ഒക്കെ ആയിട്ട്. അഗസ്ത്യകൂടത്ത് നമ്മൾ ഒരുമിച്ചാണ് പോയതല്ലേ? ഒരുമിച്ചാണ് 4 ദിവസം. ഈ ആദ്യം ഭാങ് കൊടുത്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാൻ പറയാം. ഇത് ഞാൻ കണ്ടിട്ടില്ല. ഭാങ് ഒരു അരിയുണ്ടെന്ന് പറഞ്ഞ സാധനം നിങ്ങളുടെ അവിടെ ഉണ്ടോ? പിന്നെ ഉണ്ട്. ഇങ്ങനൊരു സാധനമായിട്ട് ഇദ്ദേഹം അവതരിക്കുന്നു. ഇതുണ്ടെന്ന് പറയുന്നില്ല, പുള്ളിയുടെ ചില കൗശലമൊക്കെ ഉണ്ട് കേട്ടോ. കലാഭവൻ്റെ ഒരു സിനിമ, എലിഫൻറ്റോ എന്തോ ഒരു സിനിമയാണ്. ഏതോ ഒരു സിനിമയ്ക്ക് വേണ്ടി നിന്ന് ഞങ്ങൾ ചായ കുടിച്ചിട്ട് കയറാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ പുള്ളി ചെവി പറയുന്നു ഭാങ്ങിൽ പോകണമെന്ന്. ഇതെന്ത് പണ്ടാവരാമെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ പറഞ്ഞാൽ കഴിക്കാം. പുള്ളി എടുത്തിരുന്നു. പുള്ളി പറയുന്നത് പാലിലേ കഴിക്കാവൂ. പാൽ കൊടുക്കട്ടെ, അപ്പുറത്ത് ചായക്കടയുണ്ട്. അപ്പോൾ പാലും വെള്ളം എന്ന് പറയുന്നത് ചായ പോലെ ആദ്യം വാങ്ങിച്ചിട്ട് കുഴച്ച് ഇത് കഴിച്ചു. ഞങ്ങൾ കയറി സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ലഹരിയും തോന്നുന്നില്ല. ഒരു 10 കിലോമീറ്റർ കഴിയുമ്പോൾ ലഹരി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം പിന്നെ ഉണ്ടെന്ന്. ഒരെണ്ണം കൂടെ വാങ്ങിച്ചു, കടിച്ചുടച്ച് കഴിക്കുന്നു. ഒരു ലഹരിയും വരുന്നില്ല. ഞാൻ ഇത് കളിപ്പിക്കലാന്ന്. 3ാമത്തെ ഉണ്ട വാങ്ങിക്കാൻ വരുമ്പോൾ പുള്ളി പറയുന്നു വേണ്ട, കുഴപ്പമാകുന്നു. പക്ഷേ തന്നു.
1 മണിക്കൂറിന് ശേഷം ഇത് വർക്ക് ചെയ്യുമെന്നാണ് അപ്പോൾ അറിയുന്നത്. 1 घंटे के बाद. ഓ അത് ശരി. പിന്നത്തെ അവസ്ഥ എങ്ങനെ ഇരിക്കും? 2 മണിയാവും മുരളിയൊക്കെ റോഡിൽ ഇറങ്ങി ചിരിക്കുന്നുണ്ട്, അറിയുന്നില്ല അവർ. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ മുരളിച്ചേട്ടാ, ഇത്രയും അഭിനയത്തെക്കുറിച്ച് ഇത്രയും സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ നാടകത്തോട് കാണിക്കുന്ന ഈ താല്പര്യം, അതല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു 2 പേരും കൂടി ചേർന്നിട്ട് കർണൻ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു, 4 പേര്, 4 പേര് കൂടി ചേർന്നിട്ട്, അപ്പോൾ ഇത്രയും ഒരു സീരിയസ് ആയിട്ട് നമുക്കൊരു എന്തുകൊണ്ടൊരു സിനിമയെ പറ്റി ചിന്തിച്ചുകൂടാ? സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ആലോചിക്കണം. 2 അത്, പിന്നെ 3 ഒരു സുപ്രീം എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, എക്സ്പ്രഷൻ തിയേറ്ററാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് 10 പേര് മാത്രം കാണാതിരുന്നാൽ മതി, അല്ലെങ്കിൽ 20 പേര് മതി, മാക്സിമം 80 പേര് മതി. ഗ്രോട്ടോവ്സ്കി പറഞ്ഞ പോലെ ഞാൻ അവരുടെ മുമ്പിൽ ജൈവമായിട്ട് ഞാൻ എൻ്റെ ജീവനോട് നിന്നിട്ട് ഒന്നും ഒളിച്ചു വെക്കാതെ എൻ്റെ ആത്മാവിനെ വെളിയിലെടുത്ത് അവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുക. ഇതാണ് എൻ്റെ ആത്മാവ്, ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കർണനായിട്ട് നിൽക്കുകയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയായിരുന്നു. അതിൻ്റെ അന്വേഷണവും കമ്മിറ്റ്മെൻറ്റും എനിക്ക് സിനിമയിൽ ഒരിക്കലും കിട്ടിയിട്ടില്ല, കിട്ടുകയില്ല. എൻ്റെ അഭിനയത്തെ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി ഉള്ളിലേക്ക് കയറി മനസ്സിലെപ്പോഴോ സംസ്കരിച്ച ഊർജത്തെ വീണ്ടും പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും വഴി ശരീരഭാഷയിലൂടെ വെളിയിലേക്ക് വിടുന്നതാണ് അഭിനയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ള തഞ്ചവും സാവകാശവും അന്വേഷണവും സ്റ്റേജിലെല്ലാം നടക്കില്ല. പിന്നെ ജീവനുള്ള 2 ഗ്രൂപ്പാണ് ഏറ്റുമുട്ടുന്നത്. ദാറ്റ് ഈസ് ആൻ എൻകൗണ്ടർ ബിറ്റ്വീൻ ദി ഓഡിയൻസ് ആൻഡ് ദി ആർട്ടിസ്റ്റ് ഓർ ആക്ടർ ഓർ ആക്ട്രസ്. പക്ഷേ എന്നാലും കൊറസോവയുടെ ഒരു ടീമായിരുന്നല്ലോ. കൊറസോവയുടെ എല്ലാ സിനിമയിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റുകളാണ്. അങ്ങനെ ഒരു സംഘം സൗഹൃദം. വിനേന്ദ്ര, ഞാൻ പറയട്ടെ, ഒരു നടൻ ഇനി തൻ്റെ സിനിമയെ അഭിനയിക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞ ആളാണ് കൊറസോവ. തോഷിറോ മിഫൂനെ പറഞ്ഞു എനിക്ക് തൻ്റെ സിനിമ അഭിനയിക്കേണ്ട. അതെന്തുകൊണ്ടാണ്? പരസ്പരം ഉള്ള അറിവുള്ളതുകൊണ്ടാണ്. അങ്ങനെ എത്ര പേര് പറയും? അങ്ങനെ ഒരു സംഘം ഉണ്ടാവുകയാണെങ്കിൽ വളരെ നല്ലതാണ്. എന്തെങ്കിലും അങ്ങനെ ഒന്നും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ നന്ദി വന്നതിനും ഇത്രയും നേരം പങ്കിട്ട്.